ഹായ്, വെൽക്കം ടു എജ്യൂലും പോഡ്കാസ്റ്റ്. ജോമി, ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ സംസാരിച്ചത് വെബ്സൈറ്റ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടായിരുന്നു. ഈ റീസെൻ്റ്ലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ വെബ്സൈറ്റിൻ്റെ സൈഡിൽ അവരൊട്ടും ഹാപ്പി അല്ല. പ്രോബ്ലം എന്താണെന്ന് വെച്ചപ്പോൾ അവർ ഒരു കോമൺ ആയിട്ട് അവർ പറഞ്ഞതെന്ന് പറയുന്നത് അതിൻ്റെ സർവീസ്, അത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡറിൻ്റെ സൈഡിൽ നിന്നും അവർക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. അത് ഒരു എന്താ പറയുക, പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. പക്ഷെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു. സോ എന്തായിരിക്കും ഈ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നതിലൊരു? ശരിക്കും ഒരു വെബ്സൈറ്റ് ഡെവലപ്മെന്റിലേക്ക് പോകുമ്പോൾ ആളുകൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക അതിന്റെ എസ്തെറ്റിക്കലി എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അതിന്റെ അപ്പിയറൻസ് വൈസ് എങ്ങനെ ഇരിക്കും എന്നതിനെ ഓർത്തിട്ടായിരിക്കും. അതിനകത്തൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യേണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അതിനേക്കാൾ ഉപരി അതിന്റെ മാനേജ്മെന്റ് സൈഡും കൂടി ഒന്ന് നമ്മൾ നോക്കുക. അതായത് അതിന്റെ അഡ്മിൻ പാർട്ട്, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് എങ്ങനെയാണ് ഒരു ആഫ്റ്റർ ഡെവലപ്മെന്റ് എങ്ങനെയാണ് തുടർന്നുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയ അല്ലേ? അതെ, അത് തുടർന്ന് ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നതെന്ന് ഉള്ള കാര്യത്തെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം എലമെന്റ്സുകളെല്ലാം തന്നെ ഡൈനാമിക്കലി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം അഡ്മിൻ സൈഡിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യണതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡെവലപ്മെന്റിന്റെ ടീമിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഈ ഒരു കേസിൽ അവർക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ലാണ്ടാവുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതെ, ഒരു ചെറിയ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഡെവലപ്മെന്റ് ടീമിനെ അപ്ഡേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം വരികയാണ്. അപ്പൊ അതുകൊണ്ട് അത് മാക്സിമം കുറയ്ക്കാം. പക്ഷെ അപ്പൊ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെല്ലാരും ചിന്തിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ടെക്കി ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നിർബന്ധമില്ല. കാരണം ഇപ്പൊ ഒരു വെബ്സൈറ്റ് ഡെവലപ്മെന്റ് കഴിയുന്നു, അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ആക്കിയതിന് ശേഷം അഡ്മിൻ സൈഡിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് വേർഡ് എക്സലൊക്കെ എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത് അതേ ഒരു ലാഘവത്തോടെ, ഒരുപക്ഷെ അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് മാനേജ് ചെയ്യണം. ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു പേജ്, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ നമുക്കൊരു കണ്ടന്റ് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു മെനു ഐറ്റം കൊണ്ടുവരണം, എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊരിക്കലും ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡെവലപ്മെന്റ് പോകേണ്ടത്. അതിനകത്ത് നമ്മൾ ഒരു ടെക്നിക്കൽ ടേം തന്നെ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു HTML എലമെന്റ് കൊണ്ടുവരാം, ഇതൊന്നും നമ്മൾ അതറിയണം നിർബന്ധമൊന്നുമില്ല. ഒട്ടും തന്നെ അറിവില്ലാത്ത ഒരാൾക്ക് പോലും അത് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ഒരാൾക്ക് പോലും അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ഡെവലപ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ക്ലയൻസിന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടിൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ അവർക്കൊരു, ശരിക്കും നമ്മളുടെ ഡെവലപ്മെന്റ് സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സിംഗിൾ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ നമ്മളതിനകത്ത് കുറച്ച് പെയ്ഡ് പ്ലഗിൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ചാർജ് അല്ലാതെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ഡെവലപ്മെന്റിന് ശേഷം നമ്മൾ ഇനീഷ്യൽ പേയ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആഫ്റ്റർ സെയിൽസ് നമുക്ക് അതിനകത്ത് വലിയൊരു മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും നമ്മൾ മേടിക്കുന്നില്ല. അതിന്റെ ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് ഏകദേശം ഒരു 10-15 വർഷമായിട്ടുള്ള ക്ലയൻസ് നമുക്കുണ്ട്. അവരിപ്പോഴും നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ ഒരു വലിയൊരു ടൈം നമ്മളുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല അവർക്ക്. അതായത് നമ്മളിപ്പോ ഒരു ഗ്രാജുവലി തന്നെ അപ്ഡേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ റീവാമ്പ് ചെയ്യും, ചിലപ്പോൾ ഒരു 4 വർഷം കഴിയുമ്പോൾ റീവാമ്പ് ചെയ്യേണ്ടവരുണ്ട്. അങ്ങനെ റീവാമ്പിങ് അല്ലാതെ നമ്മൾ ഒരു ചെറിയൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു മെനു ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ കോളേജുകളൊക്കെ സംബന്ധിച്ചാണെങ്കിൽ പുതിയ ക്ലബ്ബോ സെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മളുമായിട്ട് കണക്ട് ആകുന്നൊന്നുമില്ല. പ്ലസ് അതിനോടൊപ്പം തന്നെ നമ്മളുടെ ERP ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അപ്ഡേഷൻസ് അതിൽ പ്രോപ്പർ ആയിട്ട് പൊക്കോളും. അപ്പൊ നമ്മൾ കൂടുതലും ഒരു ഡെവലപ്മെന്റ് സമയത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക എന്തായിരിക്കും, നമ്മൾ എസ്തെറ്റിക്കലി എങ്ങനെ ഇരിക്കും അതായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ആഫ്റ്റർ സെയിൽസ് എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി ക്ലയന്റ് സൈഡിൽ നിന്നും നമ്മുടെ സൈഡിൽ നിന്നും ആലോചിക്കണം. എന്നാലാണ് ആ ക്ലയന്റിന് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ കഴിഞ്ഞ സെഗ്മെന്റിൽ നമ്മൾ സംസാരിച്ച പോലെ ഒരു ERP ഇന്റഗ്രേഷൻ പോസിബിൾ ആകും. അപ്പൊ അത് ഇന്റഗ്രേഷൻ പോസിബിൾ ആണെങ്കിൽ ക്ലയന്റിന് കൂടുതലായിട്ട് ഈ സംഭവം എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഈ ഒരു കോൺവെർസേഷൻ റാപ്പപ്പ് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നതിനെ ഇൻഹൗസ് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം അവർ കൊണ്ടുവരേണ്ടത്. നമ്മുടെ സർവീസ് പ്രൊവൈഡർ ആയിട്ട് എല്ലാ ചെറിയ കാര്യങ്ങൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. ഓക്കെ, റൈറ്റ്. അത് വരുമ്പോഴാണ് ഈ കൂടുതലായിട്ട് നമ്മുടെ ഡെവലപ്മെന്റിലേക്ക് ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലയന്റ് ഹാപ്പി അല്ലാതെ. അങ്ങനെ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും അവർക്ക്
അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. ഡെവലപ്മെന്റിന്റെ സമയത്ത് കൂടുതലായിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാം, ബാക്ക് എൻഡ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടാക്കുക. അതിനുശേഷം ഡെവലപ്മെന്റ് പ്രോപ്പറാക്കി ചെയ്യുക എന്നുള്ളത്. പെർഫെക്റ്റ്. സോ എനിക്ക് തോന്നുന്നു ഇത് വളരെ ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, പക്ഷെ വളരെ എന്താ പറയുക ഒരു പ്രോബ്ലം ആയിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. വളരെ ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും വിസിബിൾ ആണ്, എപ്പോഴും ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയാസ് ആണ്. സോ അത് വളരെ ഡൈനാമിക് ആയിട്ട് കീപ്പ് ചെയ്യുക, ഇൻ ഹൗസിൽ നിന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള ഒരു വെണ്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ഓർ ഹൂഎവർ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മോഡൽ എന്ന് പറയുന്നത്. സോ ജോമി, താങ്ക് യു സോ മച്ച് ഫോർ ദ ഡേ ആൻഡ് വിൽ കം ബാക്ക് ആൻഡ് മീറ്റ് ഇൻ അനദർ എപ്പിസോഡ്.